വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്യുന്ന 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതിനിടയിൽ കുറേയധികം കമൻറ്റുകൾ വന്നിരുന്നു. ഇപ്പോഴും സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എമർജൻസി അഥവാ ഓർഡിനറി വഴിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അതിനു മുമ്പ് നമ്മൾ ഓൾറെഡി വേറൊരു കാര്യം പറഞ്ഞിരുന്നു. ഗ്രാജുവേഷൻ സെറമണി 2022 അഡ്മിഷൻ എടുക്കുകയും 2025 വിജയകരമായി പൂർത്തീകരിച്ച UG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് ജൂൺ 21 മുതൽ ജൂലൈ 2 വരെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ആ കാര്യം മാത്രം, ഗ്രാജുവേഷൻ സെറമണിയിലൂടെ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാം, അത് മാത്രമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൂടെ നടക്കുന്നുള്ളൂ. അല്ലാതെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന പുതിയ അറിവ്. പല വിദ്യാർത്ഥികളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട്, സെനറ്റ് അപ്രൂവൽ പെൻഡിങ് ആണ്, അയക്കാൻ പറ്റുന്നില്ല, കുറച്ചധികം കാത്തിരിക്കേണ്ടതായിട്ട് വരും. പലരും പറയുന്ന ഗ്രാജുവേഷൻ സെറിമണിയുടെ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നുള്ളൂ, ജൂലൈ 2 ശേഷം മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2500 രൂപയാണ് ഗ്രാജുവേഷൻ സെറിമണിയിലൂടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. ഓർഡിനറി അഥവാ എമർജൻസി ആയിട്ട് അപേക്ഷിക്കുമ്പോൾ 600 രൂപ ഓർഡിനറി, 1200 ആയില്ലെങ്കിൽ 1300 രൂപ എമർജൻസി ആയിട്ടും പോകും. എന്നാലും 1200 രൂപ നമുക്ക് ലാഭമാണ്. എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും 1200 രൂപ നമുക്ക് ലാഭമാണ്. ഇങ്ങനെയുള്ളൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും ഓർഡിനറി അഥവാ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുകയുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കോട്ടും സൂട്ടും ഗൗണൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. കമ്പാരിറ്റീവ്ലി 2500 രൂപ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട്. അവർ പലപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്കാം ആണോ ചോദിക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിലല്ല, പക്ഷേ പരോക്ഷത്തിൽ അങ്ങനെ ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല വിദ്യാർത്ഥികൾക്കും പല ആവശ്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വേണം. ഫർദർ സ്റ്റഡീസിനോ ജോലിക്കോ മറ്റോ പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിനുള്ള വിൻഡോസ് ഇറക്കുന്നില്ല. അത് വളരെയധികം ശോചനീയമാണ്, വളരെ പരിതാപകരമായ അവസ്ഥയാണ്. യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ പൈസയായിരിക്കും മുഖ്യം, എന്നാൽ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയല്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ. ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന അധികാരികളുണ്ടെങ്കിൽ അവരും വിദ്യാർത്ഥികൾക്ക് പറ്റാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കിട്ടും. നമുക്കിങ്ങനെയുള്ള വീഡിയോസ് മാത്രം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാൻ നമുക്കും പറ്റാവുന്ന കാര്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. വ്യക്തമായ ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിതിനെ ഇങ്ങനത്തെ ഒരു തംബ്നെയിലിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.